ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഇൻഡ്യൂമെൻ്ററി സിസ്റ്റമാണ്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അധികമൊന്നുമില്ല. സോ ഇൻഡ്യൂമെൻ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. സോ ബേസിക്കലി പ്രൊട്ടക്ഷൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെൻറ്റും എന്ന് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡി ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി സ്കിന് രണ്ട് ലെയേഴ്സ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. സോ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ ഓഫ് ദ സ്കിന്നും ഡെർമിസ് ആണെങ്കിൽ ഇന്നർ ലെയർ ഓഫ് ദ സ്കിന്നും ആയിരിക്കും. ഇനി സ്ട്രക്ചർ ഓഫ് സ്കിൻ പറയുവാണെങ്കിൽ എപ്പിഡെർമിസ്. സോ എപ്പിഡെർമിസ് ഞാൻ പറഞ്ഞു ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ ആണ് ആൻഡ് കമ്പോസ്ഡ് ഓഫ് സ്ട്രാറ്റിസ്ഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം. എന്താണ് സ്ട്രാറ്റിസ്ഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം ആണ് ഈ എപ്പിഡെർമിസിലുള്ളത്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 5 ലേയേഴ്സ്: സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം ലൂസിഡം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം ആൻഡ് സ്ട്രാറ്റം ജെർമിവാൻറ്റിയം. സോ ബേസിക്കലി സ്ട്രാറ്റം കോർണിയം എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ ലെയർ ആണ്, ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ആണ്. അതിൽ കെരാറ്റിൻ ഉണ്ട് ആൻഡ് ലാക്സ് ന്യൂക്ലിയസ് ഇൻ സെൽസ്. ന്യൂക്ലിയസ് കുറവാണ് എന്നുള്ളതാണ്. ഇനി സ്ട്രാറ്റം ലൂസിഡം ആണെങ്കിൽ തിൻ ട്രാൻസ്പെറന്റ് ലെയർ ആണ്. അതുമാത്രമല്ല സെൽ കണ്ടെയ്ൻ സൈറ്റോപ്ലാസം. എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് പറയുവാണെങ്കിൽ സ്ട്രാറ്റം ഗ്രാനുലോസം ആണ്. കണ്ടെയ്ൻസ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ്. സോ ഇതെല്ലാം സ്പിൻഡിൽ ഷേപ്പ് സെൽസ് ആണ്. നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ആൻഡ് സെൽ കണ്ടെയ്ൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയ. ഇവിടെ ശ്രദ്ധിക്കുക, സ്ട്രാറ്റം ക്രോണിയത്തിൽ ന്യൂക്ലിയ ഇല്ല, എന്നാൽ ഇവിടെ ന്യൂക്ലിയ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. ആൻഡ് സ്ട്രാറ്റം സ്പൈനോസം കമ്പോസ്ഡ് ഓഫ് പോളിഹെഡ്രൽ സെൽസ് ആണ്. ആൻഡ് സ്ട്രാറ്റം ജെർമിവാൻറ്റിയം സിംഗിൾ ലെയർ ഓഫ് കോളംനാർ ഓർ ക്യൂബോയിഡ് എപ്പിത്തോൾ സെൽസ് ആണ്. ഒന്നെങ്കിൽ കോളംനാർ ആകാം, ഇല്ലെങ്കിൽ ക്യൂബോയിഡ് ആകാം. സോ കണക്റ്റഡ് ടു ദി ഡെർമിസ്, ഡെർമിസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കണ്ടെയ്ൻ മെലാനിൻ പിഗ്മെന്റ്സ്. എന്തുണ്ട്? മെലാനിൻ പിഗ്മെന്റ്സ്. നമ്മുടെ ഇതിന് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ട് കളറൊക്കെ തീരുമാനിക്കുന്നത് സ്ട്രാറ്റം ജെർമിവാൻറ്റിയം ആണ്. കാരണം അവിടെ മെലാനിൻ പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. സോ എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡെർമിസ് ആണ്. സോ സെക്കൻഡ് ലെയർ ആണ്. ദ ഡെർമിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഈസ് ഹൈലി വാസ്കുലർ. കണക്റ്റീവ് ടിഷ്യൂ ആണ് ആൻഡ് ഹൈലി വാസ്കുലർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫൈബ്രോ എലാസ്റ്റിക് ടിഷ്യൂ. എന്താണ്? ഫൈബ്രോ എലാസ്റ്റിക് ടിഷ്യൂ ആണ് വിത്ത് മെയിൻറ്റെയിൻസ് ദ ടെക്സ്ചർ ഓഫ് ദ സ്കിൻ. സോ ഗ്ലാൻസ് ഇൻ ഡെർമിസ്. സോ നമുക്ക് ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട്. അതിലൊന്നാണ് സേബേഷ്യസ് ഗ്ലാൻഡ്. സോ ഫ്ലാസ്ക് ഷേപ്ഡ് ഗ്ലാൻഡ്, ഫ്ലാസ്ക് ഷേപ്പിലാണ് ഉണ്ടാവുക. സെക്രീറ്റ് ഓയിലി സബ്സ്റ്റൻസ് കാൾഡ് സെബം. അത് മാത്രമല്ല നമ്മുടെ എക്സസീവ് വാട്ടർ ഇവാപറേഷൻ ഒക്കെ അല്ലേ, അതൊന്ന് പ്രിവെന്റ് ചെയ്യുക, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ മോയ്സ്ചർ കൊടുക്കുക, ഇതെല്ലാം കൊടുക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ ബോഡിയിൽ എല്ലായിടവും കാണാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് കൂടുതലും പാമിലും സോൾസിലും എന്ത് ചെയ്യാറില്ല, ഇത് കാണാറില്ല എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സോ 2 ടൈപ്പ് ആണ് സ്വെറ്റ് ഗ്ലാൻഡ് ഉള്ളത്. ഒന്ന് എക്രിൻ ഗ്ലാൻഡും ആൻഡ് അപ്പോക്രിൻ ഗ്ലാൻഡും ആണ്. സോ എക്രിൻ ആണെങ്കിൽ എല്ലായിടും ഉണ്ടാവും ആൻഡ് അപ്പോക്രിൻ ആണെങ്കിൽ ആക്സില, ഫീമെയിൽ ജെനറ്റില ആൻഡ് അറൌണ്ട് ദ നിപ്പിൾസിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് എക്രിൻ ഗ്ലാൻഡ് ആണെങ്കിൽ സെക്രീറ്ററി വാട്ടറി സ്വെറ്റ്. സോ വാട്ടറി സ്വെറ്റ് ആയിരിക്കും. അപ്പോക്രിൻ ഗ്ലാൻഡ് ആണെങ്കിലോ സെക്രീസ് മിൽക്ക് സ്വെറ്റ്. സോ ഒരുമാതിരി നമുക്ക് എന്താണ്, ഒരു മിൽക്ക് പോലെ മിൽക്കി ആയിട്ടുള്ള ഒരു സ്വെറ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നത്. സോ 2 ടൈപ്പ് ഉണ്ട്, എക്രിനും ആൻഡ് അപ്പോക്രിൻ. അപ്പോക്രിൻ ആണെങ്കിൽ മിൽക്കി ആൻഡ് എക്രിൻ ആണെങ്കിൽ വാട്ടറി സ്വെറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് സെറിമിനിയസ് ഗ്ലാൻഡ് ആണ്. സോ സെക്കൻഡ് വാക്സ് ഇൻ ദ എക്സ്റ്റേണൽ ഇയർ. സോ നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സെറിമിനിയസ് ഗ്ലാൻഡ് ആണ്. ഇനി ഹെയർ റൂട്ട് ആൻഡ് എറക്ഷൻ പിലി മസിൽസ് ആണ്. കൺട്രാക്ഷൻ ഓഫ് ദീസ് മസിൽ ലീഡ് ടു ഹെയർ സ്ട്രെയിറ്റനിങ്. സോ എന്താണ്, കൺട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമ്മൾ ഈ രോമമൊക്കെ എണീറ്റ് നിൽക്കാറില്ലേ, ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് ഈ എന്താണ് എറക്ഷൻ പിലി മസിൽസ് കാരണം തന്നെയാണ്. ഇനി ഫംഗ്ഷൻ ഓഫ് സ്കിന്നാണ്. സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഒന്ന് നമ്മളെ ഇഞ്ചുറി നിന്ന് സഹായിക്കുക, ബാക്ടീരിയ അകത്ത് കടക്കാതിരിക്കാൻ സഹായിക്കുക, നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക, നമ്മുടെ തൊടുന്നത് പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ സോഡിയം ക്ലോറൈഡ് മെറ്റബോളൈറ്റ്സ് ലൈക്ക് യൂറിയ ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് സിന്തസൈസ്ഡ് വൈറ്റമിൻ ഡി ഫ്രം എഗോസ്റ്റിറോൾ ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ്. സൂര്യപ്രകാശത്തിലൂടെ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെലാനിൻ ഫ്രം ടൈറോസിൻ ആൻഡ് സ്വെറ്റും സെബും ഒക്കെ കൂടെ സ്കിന്നെ സോഫ്റ്റ് ചെയ്യുന്നു. ഫാറ്റ്, വാട്ടർ, ക്ലോറൈഡും ഷുഗറും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കൂടുതലും എക്സാംസിനൊക്കെ ചോദിക്കുന്നത് ക്ലാസിഫിക്കേഷനും അതുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. ഇനി റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. എങ്ങനെയാണ് ബോഡി ടെമ്പറേച്ചർ? സോ നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.4 ഫാരൻഡിഗ്രി ആണ്. ആൻഡ് അത് 37 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് മെയിൻ്റെനൻസ് ബൈ എ ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രഷർ ആൻഡ് ഹീറ്റ് ലോസ്. സോ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട് ആൻഡ് ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ഹീറ്റ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ്, നമ്മൾ മസിൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, ആ സമയത്ത് നമുക്ക് ഒരുപാട് ഹീറ്റ് ഉണ്ടാകും. അത് മാത്രമല്ല ലിവറും അതർ ഗ്ലാൻഡും ഒക്കെ ആക്ടിവിറ്റി കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻ ആൻഡ് ഫുഡൊക്കെ നമ്മൾ കഴിക്കില്ലേ, ആ സമയത്ത് ഹീറ്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മാത്രമല്ല മെറ്റാബോളിസം കൂടാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല ഓക്സിഡേഷൻ ഫുഡ് സബ്സ്റ്റൻസിനും ഒക്കെ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട്. ഹീറ്റ് ലോഡ് മെക്കാനിസം എന്ന് വെച്ചാൽ റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ. സോ എന്താണ് റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം, നിങ്ങൾക്ക് അറിയാം, പണ്ട് മുതൽ അറിയുന്ന കാര്യമാണ്. ആൻഡ് സ്വെറ്റിംഗ് ആൻഡ് ഇവാപറേഷൻ. സോ റേഡിയേഷൻ, ബോഡി ഹീറ്റ് ഇസ് ലോസ് ടു ദ സറൗണ്ടിങ് എയർ. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള എയറിൽ കൂടെ നിന്നും ബോഡി ഹീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇനി കണ്ടക്ഷൻ, നമ്മൾ ഇടുന്ന ക്ലോത്ത്സ്, ബെഡിങ് ഇല്ലേ, ബെഡിങ്ങിലേക്ക് ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ഇനി കൺവെൻഷൻ, ഇപ്പം നമ്മൾ ഹോട്ട് എയർ അറൌണ്ട് ദ ബോഡി റൈസ് ആൻഡ് ഇസ് റീപ്ലേസ് ബൈ കൂൾ എയർ ലീഡിങ് ടു ഹീറ്റ് ലോസ്. സോ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കൂൾ എയർ ഉണ്ടാവില്ലേ, അത് റിപ്ലേസ് ആവുകയും അങ്ങനെ ഹീറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വെറ്റിംഗ് എങ്ങനെയാണ്, ഇവാപറേഷൻ ഓഫ് സ്വെറ്റ് ഫ്രം സ്കിൻ സർഫസ് കൂൾ ദ ബോഡി. നമ്മളെ ബോഡിയിൽ വേർപ്പ് ഉണ്ടാകുമ്പോൾ വേർപ്പ് എന്തിന് ഇവാപറേറ്റ് ചെയ്ത്, ചൂട് കാരണം ഇവാപറേറ്റ് ചെയ്ത് മേലെ പോയിട്ട് നമ്മളെ ബോഡിയിൽ നിന്ന് ഫുള്ള് പോവുകയാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇവാപറേഷൻ ആണ്. ഇവിടെ വാട്ടർ ലോസ് ഫ്രം ദ സ്കിൻ ആണ്. മ്യൂക്കസ് മെമ്പറിൻ, റെസ്പിറേറ്ററി പാസേജ് ഹെൽപ്പ് ഡിസിപ്പേറ്റ് ഹീറ്റ്. സോ ഹീറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണ്, വാട്ടർ ലോസ് കാരണം തന്നെയാണ്. സ്കിൻ, മ്യൂക്കസ് മെമ്പറിൻ, റെസ്പിറേറ്ററി പാസേജിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെഫറൻസിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. സോ എൻ്റെ ഞാൻ പോയിന്റ്സ് ആയിട്ട് തന്നെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് നിർബന്ധം നിങ്ങൾ എക്സാമിന് എഴുതിയേ നോക്കിയേ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.